said, sorry, I am not part of the government of India. I am part of the structure of this country, but I am not part of the government of India. കണ്ടോ, മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടി ശേഷനാണിത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്നാണ് പറയാൻ. ഇതുപോലെ നിവർന്നു നിന്ന് അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ നമുക്കിപ്പോ ഇല്ലാതെ പോയി. എന്താ പറയാ, നമ്മളെ കഷ്ടകാലം എമ്പുരാന്റെ ആജ്ഞകൾക്ക് മുന്നിൽ മുട്ടിലെഴിയുന്ന ഇലക്ഷൻ കമ്മീഷണർമാരാണ് ഇപ്പൊ ബാക്കിയുള്ളത്. ഇന്നലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കീ കൊടുത്ത പാവയെ പോലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കരഞ്ഞതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതിലേക്ക് വരും മുമ്പ് കീ കൊടുത്ത പാവയുടെ കരച്ചിൽ എന്തായിരുന്നു എന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാം. കാരണം ഇതൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യണം രാഹുൽ ഗാന്ധി. പരാതി കൃത്യസമയത്ത് പറയണമായിരുന്നു. ആരോപണങ്ങളിൽ അന്വേഷണമൊന്നും ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകിയേ പറ്റൂ. അനുരാഗ് താക്കൂർ സത്യവാങ്മൂലം നൽകണ്ട കേട്ടോ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങളെ രാഹുൽ ഗാന്ധി തെറ്റായി വ്യാഖ്യാനിച്ചു. ബീഹാർ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് പലർക്കും പരാതി ഉണ്ടെങ്കിലും ആരും പരാതിയൊന്നും എഴുതി നൽകുന്നില്ല. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപോലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പേടിപ്പിക്കാനും വിരട്ടാനും വരേണ്ട. കേരളത്തിലെ അടക്കം എല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ്. കമ്മീഷന്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാരെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല. വോട്ടുകൊള്ള അടക്കമുള്ള ആരോപണങ്ങളിൽ കമ്മീഷന് യാതൊരു ഭയവുമില്ല. വോട്ടർമാരുടെ ചിത്രങ്ങൾ അവരുടെ അനുമതിയില്ലാതെ രാഹുൽ പ്രദർശിപ്പിച്ചത് തെറ്റാണ്. അമ്മമാരുടെയും പെൺമക്കളുടെയും CCTV ദൃശ്യങ്ങൾ കമ്മീഷൻ പരസ്യപ്പെടുത്തില്ല. മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക അനുവദിക്കാനാവില്ല. കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമം. പ്രതിപക്ഷം രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിക്കുന്നു. കോടതിയെ സമീപിക്കാതെ വോട്ട് ചോരി ആരോപണം ഉന്നയിക്കുന്നത് അപകടകരമാണ്. വോട്ടിംഗ് മെഷീനിൽ ഒരാൾക്ക് ഒരു തവണയെ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നും പറയില്ല. പിന്നെ എങ്ങനെ വോട്ട് ചോരി നടക്കും? വീട്ടുപേര് പൂജ്യമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വീട്ടുപേരില്ല, റോഡിൽ കിടക്കുന്നവരാണ്. എന്താ പറയാന്നറിയില്ല. ഭാഗ്യത്തിന് സംഖ്യകളുടെ അച്ഛന്റെ പേര് ABCD ആണെന്നും അതിലെന്താ ഇത്ര അത്ഭുതം എന്ന് മാത്രം ഇലക്ഷൻ കമ്മീഷണർ നമ്മളോട് ഇന്നലെ ചോദിച്ചില്ല. മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കീ കൊടുത്ത പാവയെ പോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കരഞ്ഞതിന് പിന്നിൽ ശരിക്കും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷമമുള്ള കഥയാണ്. 1991 ഇലക്ഷൻ കമ്മീഷൻ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ് ആക്ട് പുതുക്കി ഈ സർക്കാർ കൊണ്ടുവന്ന ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023 പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ഇന്നലത്തെ വാർത്താ സമ്മേളനം നടത്തിയ ആള്. ഈ തിരഞ്ഞെടുപ്പിന് 2 പ്രത്യേകതകളാണുള്ളത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെയും സുതാര്യതയെയും സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. ചട്ടപ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ 3 പേരാണ് വേണ്ടത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ്. 2023 നിയമം ഇത് ഭേദഗതി ചെയ്തു. അപ്പൊ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായി? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി. ചീഫ് ജസ്റ്റിസ് ഇല്ലാതായി, അമിത്ഷാ ആയ ആള്. അതോടെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും തീരുമാനിക്കുന്ന ആൾ ഇലക്ഷൻ കമ്മീഷണർ ആകാൻ തുടങ്ങി. നിഷ്പക്ഷത പോയി. പ്രതിപക്ഷ നേതാവിന് അവിടെ വെറുതെ ഇരിക്കാമെന്നല്ലാതെ അദ്ദേഹത്തിന് യാതൊരു റോളും ഈ ഡിസിഷൻ മേക്കിംഗിൽ ഇല്ലാതായി. ഭൂരിപക്ഷമാണല്ലോ നോക്കുക. 1991 നിയമപ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സാലറി സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമാണ്. 2023 ഭേദഗതിയിൽ അത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പള സ്കെയിലിൽ ആക്കി താഴ്ത്തി. അതായത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സ്വതന്ത്ര പദവിയിൽ നിന്ന് ഒരു സർക്കാർ ജീവനക്കാരന്റെ പദവിയിലേക്ക് ഈ പൊസിഷൻ താഴ്ത്തി. ഈ നിയമ ഭേദഗതിക്കെതിരെയുള്ള വാദം സുപ്രീം കോടതി കേൾക്കാനിരുന്നത് ഫെബ്രുവരി 22, 2025. അതിന് 48 മണിക്കൂറുകൾക്ക് മുമ്പ് തിങ്കളാഴ്ച രാത്രി പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ നോമിനേറ്റ് ചെയ്ത കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് സെലക്ഷൻ കമ്മിറ്റി രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പിനെ മറികടന്നുകൊണ്ടാണ് ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുത്തത്. വിയോജിപ്പ് പരസ്യമാക്കി രാഹുൽ ഗാന്ധി എന്തായിരുന്നു എന്ന് പറഞ്ഞെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സെലക്ഷൻ കമ്മിറ്റിയുടെ ഘടന സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും 48 മണിക്കൂറിനുള്ളിൽ കേസ് പരിശോധിക്കാനിരിക്കുകയും ചെയ്യേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അർദ്ധരാത്രിയിൽ തീരുമാനമെടുത്തത് അനാദരവും മര്യാദകേടുമാണ്. സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ടും സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ച് കോടിക്കണക്കിന് വോട്ടർമാരുടെ മനസ്സിൽ മോദി സർക്കാർ ആശങ്ക ഉണർത്തിയിരിക്കുകയാണ്. ഗ്യാനേഷ് കുമാറിന് മുമ്പുള്ള മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ, അതിനു മുമ്പുള്ള സുനിൽ അറോറ, ഇവരൊക്കെ മോദിയും അമിത്ഷായും ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ പെരുമാറ്റ ചട്ടലംഘനത്തെ കുറിച്ചുള്ള ഗുരുതര പരാതികൾ ഗൗനിച്ചില്ല.
മതവും സൈന്യവും ഒക്കെയുള്ള പ്രചാരണ ആയുധമാക്കിയിരുന്നു 2019 നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾ. ഇതൊക്കെ എതിർത്തിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ 11 തവണയാണ് മോദി ഉൾപ്പെടെയുള്ള BJP-ക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് എന്ന് അശോക് ലവാസ പറഞ്ഞു. കമ്മീഷണറിലെ മറ്റ് 2 അംഗങ്ങളായിരുന്നു സുശീൽ ചന്ദ്രയും സുനിൽ അറോറയും. മോദി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയില്ലെങ്കിലും ലംഘനം നടന്നതായിട്ട് ലവാസയാണ് കണ്ടെത്തിയത്. 3 അംഗ കമ്മീഷനിലെ ഭൂരിപക്ഷ അഭിപ്രായമാണ് നിലനിൽക്കുക. ലവാസ തോറ്റു, സ്വാഭാവികം. ലവാസയുടെ പ്രധാനപ്പെട്ട 2 വിയോജിപ്പുകളിൽ ഒന്ന് നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ചെയ്ത ഒരു പ്രസ്താവനയെ കുറിച്ചുള്ളതായിരുന്നു. ഒന്ന് 44 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമ ഭീകരാക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് തങ്ങളുടെ വോട്ടുകൾ സമർപ്പിക്കാൻ യുവ വോട്ടർമാരോട് മോദി ആഹ്വാനം ചെയ്തു. അതായത് സൈന്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന ആരോപണം. 2 രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിനെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ ഒരു സീറ്റാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് എന്ന പരിഹാസമായിരുന്നു. 2നെയും ലവാസ എതിർത്തു. ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ മോദി ഭരണത്തിലെത്തി. സെപ്റ്റംബർ 2019 നമ്മൾ കേൾക്കുന്നത് ലവാസയുടെ ഭാര്യ ഇൻകം ടാക്സ് അടച്ചതിൽ ക്രമക്കേട്, മകൻ ഡയറക്ടറായ കമ്പനിക്കെതിരെ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ അന്വേഷണം, ലവാസയുടെ പെങ്ങൾക്കെതിരെ സ്റ്റാമ്പ് ഡ്യൂട്ടി തട്ടിപ്പിന് നോട്ടീസ്, വിയോജിപ്പ് രേഖപ്പെടുത്തി കാലത്ത് അദ്ദേഹം ഉപയോഗിച്ച ഫോൺ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സർവൈലൻസിന് വിധേയമാക്കിയെന്ന് ദി വയർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തെളിയിക്കപ്പെട്ടോ ഈ ആരോപണം എന്ന് നമുക്കറിയില്ല. അങ്ങനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി റിട്ടയർ ചെയ്യേണ്ട അശോക് ലവാസ സഹികെട്ട് 2020 രാജിവെച്ച് ഒഴിഞ്ഞുപോയി. അവിടേക്ക് മുഖ്യ കമ്മീഷണറായി രാജീവ് കുമാറും പിന്നീട് ജ്ഞാനേഷ് കുമാറും പടിപടിയായി കടന്നെത്തി. TN ശേഷനെ പോലെയുള്ളവർ ഉയർത്തിപ്പിടിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാ സ്വാതന്ത്ര്യം ചവിട്ടി മെതിക്കപ്പെടുന്ന കാഴ്ചയാണ് നാം കുറച്ചു നാളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അശോക് ലവാസയുടെ അനുഭവം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാകണം കഴിഞ്ഞ ദിവസം ജ്ഞാനേഷ് കുമാർ മുകളിലിരിക്കുന്ന എമ്പുരാൻ ഏൽപ്പിച്ച ജോലി പഞ്ചപുച്ഛമടക്കി നടപ്പാക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, നമ്മുടെ ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ജസ്റ്റിസ് ലോയെ ആവാനൊന്നും എല്ലാവർക്കും താല്പര്യം കാണില്ല, അല്ലെ? അതിനുള്ള തന്റെയും ധൈര്യവും കാണില്ല. മാനം പോയാലും നാണം കെട്ടാലും ജീവൻ ബാക്കി കിട്ടുമല്ലോ എന്ന് കരുതിയാകാം എമ്പുരാനെ ഏൽപ്പിക്കുന്ന ജോലി മാത്രം ചെയ്ത് നാണം കെട്ട് ജീവിക്കുന്ന ചില മനുഷ്യരായി പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചത് 1.5 പണിയാണ്. ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരാൾക്ക് 2 തവണ വോട്ട് ചെയ്യുന്നതും സാധ്യമല്ല, അതുകൊണ്ട് കള്ള വോട്ടൊന്നും നടക്കില്ല എന്നാണ്. അതിനുശേഷം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി. ഇതൊരു പഴയ വീഡിയോ നമുക്ക് ഓർമ്മയുണ്ട്. ഒരാൾക്ക് എത്ര എളുപ്പത്തിൽ പലതവണ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്ന വീഡിയോ. നമ്മളൊക്കെ കണ്ട ഈ വീഡിയോ ഇനി ജ്ഞാനേഷ് കുമാർ കണ്ടിട്ടുണ്ടാവില്ലേ? എന്തായാലും ഇവിടെ ഒന്നുകൂടെ വെക്കാം, എല്ലാവർക്കും ഒന്നുകൂടെ കാണാലോ. ये है तीसरा नंबर विवेक का है, ठीक है? मैं डाल रहा हूँ, वोट देख लो। तीसरा नंबर है ये। तीसरा 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 ठीक है? ये है चौथा नंबर आ जाएगा। पांचवा देख लीजिए, पांचवा देख लो, पांचवा है, पांचवा 5 वोट डाल चुका हूँ, 6वां लेके जा रहा हूँ और ये भी वोट पड़ेगा, 6वां भी वोट पड़ेगा जी, बिल्कुल 6वां पड़ेगा। 6ठा वोट 6ठा सातवें सातवें